കുറച്ച് 10th പ്രിലിംസ് ചോദ്യങ്ങളെ തന്നെയാണെന്ന് പരിചയപ്പെടുന്നത്. പക്ഷേ ഈ 10th പ്രിലിംസ് ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അത് ഏത് സോഴ്സിൽ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പല PSC ഉദ്യോഗാർത്ഥികളും ദിശയറിയാത്ത നാവികനെ പോലെയാണ്. അവർ കപ്പൽ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും, പിന്നെ അത് പഠിച്ചാൽ തോന്നും വേറൊന്ന് പഠിച്ചാലാണ് നല്ലത്. ഇങ്ങനെ ദിശയറിയാതെ എവിടെയും എത്തപ്പെടാതെ ഒടുക്കം പരീക്ഷാ ഹാളിലെ അപരിചിതമായ ചോദ്യങ്ങൾ കണ്ട് ബേജാറായി ഒടുക്കം കപ്പൽ മുങ്ങിത്താണ് PSC പഠനം ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? കൃത്യമായ ദിശാബോധത്തോടു കൂടി പഠിക്കുക. എന്ത് പഠിക്കണം? പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം പഠിക്കുക. മനുഷ്യനാണ്, നമുക്ക് ഓർമ്മയ്ക്ക് പരിധിയുണ്ട്. അപ്പോൾ പഠിച്ചത് ഓർമ്മയിൽ നിർത്താൻ ആവശ്യമായത് മാത്രം പഠിക്കുക. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളെ പരിചയപ്പെട്ടുകൊണ്ട് പഠിച്ചെടുക്കാം. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതാണ് പഠിക്കേണ്ടത്? ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വിൻഡോജുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MB. അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് ഈ വീഡിയോ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. 20,000 ഒഴിവുകളാണ് 2025 വരുന്നത്. ഈ 10th പ്രിലിംസിൻ്റെ ക്ലാസ് തന്നെ ഒപ്പം നടക്കും. ആ 20,000 ഒഴിവുകളിലേക്കും വേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക. നിങ്ങളുടെ പ്രിപ്പറേഷനെ സഹായിക്കുന്നതിന് വേണ്ടി വിൻഡോജു 10th ലെവൽ എക്സാമുകൾക്ക് മാത്രമാണ് ഞാൻ 2025 വ്യത്യസ്ത മറ്റേ നോട്ടിഫിക്കേഷനുകളായിട്ട് 20,000 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നത്. അതിനുവേണ്ടി മാത്രം വിൻഡോജു ഒരു വർഷത്തെ ഒരു സൗജന്യ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ക്ലാസ്. ഓരോരോ എക്സാം വരുമ്പോഴും അതിൻ്റെ മുൻകാല ചോദ്യപേപ്പറുകളെ വിശകലനം ചെയ്ത് അതിൻ്റെ അനുബന്ധ വസ്തുതകളും തന്ന് ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ്, ഏതൊക്കെ പാഠഭാഗമാണ്, ഏതെല്ലാം ഭാഗങ്ങൾ, പാഠഭാഗത്തിന് പുറത്ത് എന്താണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയലും SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കയ്യിൽ വെച്ച് കരുതിക്കൊണ്ട് ഈ ക്ലാസ്സുകളും കൂടി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ ദിശാബോധം കിട്ടും. ഒക്കെ മുൻകാല ചോദ്യപേപ്പറുകളെ ബന്ധപ്പെടുത്തിയാണ് എവിടെ നിന്നാണ് വന്നതെന്ന് ഓരോ ചോദ്യത്തിൻ്റെ ഭാഗത്തും നിങ്ങൾക്ക് പറഞ്ഞു തരും. വെറുതെ പറയല്ല, ഇന്നത് വെറുതെ ഒരു എന്താ പറയല്ല പറഞ്ഞു പോവുകയല്ല. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് ദിവസവും ലഭിക്കുക. അതിൽ നിന്ന് ഒരു എക്സാം പിറ്റേ ദിവസം ഉണ്ടാവുകയും ചെയ്യും. പഠിച്ചത് ഉറപ്പിക്കുകയും ചെയ്യാം. കൂടാതെ അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ, ഇന്നേ വരെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തന്നെ ഒരൊറ്റ ക്ലിക്കിൽ കിട്ടും. എക്സാമുകൾ അതാത് ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുന്നത്തെ ഒരു ദിവസത്തെ എക്സാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? ആ പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിലൂടെ ഒന്ന് വായിച്ചു പോയി നോക്കൂ. ഞാൻ കാണിച്ചു തരാം. ഇതേ വാക്കുകളാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഭാഗം പഠിച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. നമുക്കിനി ഇതിൻ്റെ ബന്ധപ്പെട്ട SCERT പാഠഭാഗത്തിലേക്കൊന്ന് പോയി നോക്കാം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. കാണുന്നുണ്ടോ നിങ്ങൾ? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. വാക്കിൽ ചെറിയ മാറ്റം മാത്രം. അടുത്തതെന്താ? മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. എത്ര പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്? അവിടെ പറഞ്ഞ പദ്ധതികൾ 1, 2, പിന്നെ എത്ര പദ്ധതികൾ? 4, 2, 4, 6 പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 6 പദ്ധതികൾ പഠിക്കാതെ വാരി വലിച്ച് പഠിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ അന്നപൂർണ ഒരു 10 പാരഗ്രാഫാണ്ട് പഠിക്കുക അന്നപൂർണയെ കുറിച്ചിട്ട് പിന്നീട്, അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചോദ്യം എവിടുന്ന വരുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ നോക്കൂ, ഇവിടെ മാസം 10 kg അരി സൗജന്യമായി റേഷൻ കട വഴി ലഭ്യമാക്കുന്നു. ഇത് രണ്ടും മാത്രമാണ് ശരി. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഇതൊക്കെ മറ്റു പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇതേ പാഠത്തിൽ നൽകിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ്സിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതേ ദിവസമോ PDF ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകേണ്ടത് ഭാഗങ്ങൾ: 1, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. ക്ലാസ് 7ലെയാണ് ഞാനിവിടെ. അവിടെ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ PDF കിട്ടും. അപ്പോൾ അതിലോ അന്നപൂർണ, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഗാരി റോസ്ഗാർ യോജന, ഇതൊക്കെ സർക്കാർ പദ്ധതികളാണ്. ഓക്കെ, അന്നപൂർണ സർക്കാർ പദ്ധതിയാണ്.
അന്ത്യോദയ അന്ന യോജന സർക്കാർ പദ്ധതിയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ പദ്ധതിയാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന സർക്കാർ പദ്ധതിയാണ്. സർക്കാർ പരിപാടി അതൊരുപാട് പദ്ധതികൾ ചേർന്നതാണ് ഒരു പരിപാടി എന്ന് പറയുന്നത്. അത് സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഓർത്തുവയ്ക്കുക, സർക്കാർ പദ്ധതികൾ അന്നപൂർണ, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സർക്കാർ പരിപാടികൾ സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ്. അതായത് ഈ പൊതു ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അത് അതിനെ തന്നെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെന്നും പറയുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും പരിപാടികളുമാണ് കാണിച്ചത്. അപ്പോൾ എന്താ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ? അത് ചോദിച്ചിട്ടുണ്ട്. അതേ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണ്. ഇതിനുവേണ്ടി നമ്മൾ നടത്തിയ ഒരു പ്രവർത്തനമാണ് ഹരിത വിപ്ലവം, അല്ലേ? ഹരിത വിപ്ലവത്തെക്കുറിച്ചും ആ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ഇപ്പം സർക്കാർ പരിപാടികൾ അതിനുവേണ്ടി ആവിഷ്കരിച്ച പരിപാടികളെക്കുറിച്ചാണ്. ഓരോ പരിപാടിയുടെയും വിശദാംശം നോക്കുകയാണെങ്കിൽ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് പ്രയോജനം. ഇപ്പം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ചെയ്യുന്നത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. കണ്ടുവോ? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നതെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ ഇപ്പോഴെങ്കിലും ബോധ്യമാവുന്നുണ്ടെങ്കിൽ പറയൂ, യെസ് പറയൂ. ഓക്കെ, ഇതേ ഭാഗത്തു നിന്നാണ് വരുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിലൂടെ കൃത്യമായി കടന്നു പോവുക. അതിന് SCERT ടെക്സ്റ്റ് മുഴുവൻ പഠിക്കണ്ട, വേണ്ട പോർഷൻ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകളിൽ അങ്ങനെ പറഞ്ഞു തരും, ഇതിൻ്റെയൊക്കെ PDF ഇട്ട് തരികയും ചെയ്യും. അപ്പം നഗരങ്ങളിലും തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. 7ാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പുതിയ പാഠം വന്നിട്ട്, ഇത് പഴയ പാഠത്തിലെ. ഈ പഴയ പാഠം കിട്ടണമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫ്രീ കണ്ടൻറ്റിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള SCERTയിലെ മുഴുവൻ പാഠങ്ങളും കിട്ടും. പുതിയ പാഠങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല. 5, 7, 9 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ മാറിയിട്ടുണ്ട്. അത് സമഗ്രയുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെയും കിട്ടും. ആ 7ാം ക്ലാസ്സിൽ പുതിയ പാഠത്തിൽ കൃത്യമായി ഈ ഉച്ചഭക്ഷണ പരിപാടിയുടെ പദ്ധതിയുടെ പേര് പറയുന്നുണ്ട്. അതൊന്ന് നോക്കൂ, ഞാൻ അതിൻ്റെ PDF ഷെയർ ചെയ്യുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ പുതിയ പാഠത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും PDF ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് നോക്കി ഏതാണ് ആ പദ്ധതി എന്ന് ഉറപ്പുവരുത്തിക്കോളൂ. ഈ വന്ന ഉച്ചഭക്ഷണ പരിപാടി എന്നൊന്നും ആയിരിക്കില്ല അതിൻ്റെ പേര് വരിക, അതിനവിടെ ഒരു പേര് വരുന്നുണ്ട്. കണ്ടെത്തിയവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഏതാണ് ആ പരിപാടി എന്ന്, ഓർത്തു വെച്ചോ. അപ്പോൾ ഉച്ചഭക്ഷണ പരിപാടി അന്നപൂർണ നമ്മൾ കണ്ടു, അല്ലേ? അന്നപൂർണയിൽ 65 വയസ്സിന് മുകളിലാണ് പ്രായം, 10 കിലോ അരി സൗജന്യമായിട്ട് നൽകും മാസം. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്താണെന്ന് പറയുന്നുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്ക്, SHGs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അവയ്ക്ക് സഹായം നൽകും. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകും. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അന്നപൂർണ പോലെ മറ്റൊരു പരിപാടിയാണ് അന്ത്യോദയ അന്നയോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്ക്. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പാണെങ്കിൽ എത്ര രൂപയ്ക്ക്? 2 രൂപയ്ക്ക്. ഓർത്തു വയ്ക്കുക, നോട്ട് എടുക്കുക, റിപ്പീറ്റ് ചെയ്യുക, ഓർമ്മയിൽ നിർത്തുക. സംയോജിത ശിശു വികസന പരിപാടിയെക്കുറിച്ച് പറയുന്നു. അടുത്തത് അംഗനവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. നോക്കൂ, ഈ പാഠഭാഗം നന്നായി വായിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം കാണുമ്പോൾ തന്നെ സമയമെടുക്കുമോ? ഇല്ല.
അനാവശ്യമായിട്ടുള്ള ഒരുപാട് പദ്ധതികളാണ് നീണ്ടു പഠിക്കും. അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ടെക്സ്റ്റ് ബുക്കിനെ ഒതുങ്ങി പഠിച്ചാൽ മതി ഇവിടെ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വരാത്ത സന്ദർഭങ്ങളിൽ അപ്പം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഓക്കെ, അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസത്തേക്കാണ് തൊഴിലുറപ്പാക്കുന്നത്. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ള എല്ലാവർക്കും തൊഴിലാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. മറ്റൊരു പ്രത്യേകത, ഗുണഭോക്താക്കളിൽ 3/1 സ്ത്രീകളായിരിക്കണം. ഈ ഭാഗമൊക്കെ നന്നായി പഠിച്ചു പോവുക. ഇതിൽ കൂടുതൽ പഠിക്കേണ്ട. അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ മാത്രം പിന്നീട് പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൽ അല്ലാത്തൊരു ചോദ്യം വന്നാലോ 4 5 മാക്സിമം പോയാൽ 8 9 ചോദ്യങ്ങളാണ് അങ്ങനത്തെ വരിക. നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട. അതിനുവേണ്ടി എന്തിനാണ് ഈ ഒരു ലോകം മുഴുവൻ പഠിക്കണത്? ഇത് പഠിക്കാൻ കൃത്യമായ മാർഗ്ഗദർശനം കിട്ടിയില്ലേ? 90 മുതൽ 95 മാർക്ക് വരെ ഇവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് അപ്പം എന്ത് പഠിക്കണം? വീണ്ടും പറഞ്ഞുതരാം. ആകാശവാണി ബുള്ളറ്റിൻ എന്നും കേൾക്കുക, നോട്ട് എടുക്കുക. അതുപോലെ തന്നെ മാതൃഭൂമി, മനോരമ, തൊഴിൽ വിധി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ പ്രസിദ്ധീകരണം, ആ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വരുന്ന കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിനിൽ നിന്ന് വരുന്ന കറണ്ട് അഫയേഴ്സ്, ഈ ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ന്യൂ ചാപ്റ്ററാണ് കേട്ടോ. ന്യൂ ചാപ്റ്റർ 7ാമത്തെ പാഠമാണത്. അവിടെ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ആ ദാരിദ്ര്യ സൂചികയിൽ ഇപ്പോൾ വന്ന ഒരു കൺസെപ്റ്റാണ്, ഇപ്പോൾ അല്ല കുറച്ച് കാലമായി, ബഹുമുഖ ദാരിദ്ര്യ സൂചിക. വരുമാനം നോക്കി മാത്രമല്ല, അത് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തൊരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി പവർട്ടി ഇൻഡെക്സ്, MPI. ഓക്സ്ഫോർഡ് പവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും ഓക്സ്ഫോർഡ് പവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും സംയുക്തമായി തയ്യാറാക്കിയതാണിത്. ആ 2 പേരുകളും ഒന്ന് ഓർത്തു വയ്ക്കുക. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിങ്ങനെ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത് 12 സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് 3 തലങ്ങളിലായിട്ട്. ഒന്ന് അവരുടെ വിദ്യാഭ്യാസം, മറ്റൊന്ന് അവരുടെ ജീവിത നിലവാരം, മറ്റൊന്ന് അവരുടെ ആരോഗ്യം. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, ഇത് 3ഉം കണക്കിലെടുത്തിട്ട്. അപ്പോൾ വെറും വരുമാനമല്ല മറ്റേ മാനദണ്ഡം, വരുമാനം മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ ആരോഗ്യത്തിൽ അവരെടുക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം. ഇതാണ് ആരോഗ്യത്തിൽ. അമ്മയുടെ ആരോഗ്യം, മാതൃ ആരോഗ്യം, പോഷകാഹാരം എത്ര കിട്ടുന്നുണ്ട്, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് എത്രയാണ്. വിദ്യാഭ്യാസം, അതിൽ സ്കൂൾ വിദ്യാഭ്യാസം എത്ര കിട്ടി, സ്കൂളിലെ ഹാജർ നില. ജീവിത നിലവാരം, പാചക ഇന്ധനമുണ്ടോ, ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടിവെള്ള ലഭ്യത, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. ഇങ്ങനെയാണ് ജീവിത നിലവാരം കണക്കാക്കുന്നത്. പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അത് വെച്ചുകൊണ്ടാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. പലതവണ PSCക്ക് ചോദിച്ചതാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വനിതയാണെന്ന്. അത് ആനി ബെസൻ്റ് ആണ്. ആനി ബെസൻറ്റിനൊപ്പം തന്നെ ബാലഗംഗാധര തിലകും ഉണ്ടായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആനി ബെസൻ്റ് മദ്രാസിൽ അടയാർ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചത്. ഈ ഹോം റൂൾ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൊരു പിളർപ്പൊക്കെ വന്നല്ലോ. എന്നാണ് പിളർപ്പ് വരുന്നത്? എന്നാണ് സൂറത്ത് പിളർപ്പ് വരുന്നത്? 1907. 1907 മിതവാദികളും തീവ്രവാദികളും എന്നുള്ള രീതിയിൽ എന്ത് വരുന്നുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു പിളർപ്പ് വരുന്നുണ്ട്. 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതോടുകൂടി മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ടി ഉന്നയിക്കുന്നതിനുള്ള സംഘടന എന്നുള്ള നിലയിലും വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ആ ഒരു കാലഘട്ടം, ഇന്ത്യയിലെ ആ കാലഘട്ടം എന്ന് പറയുന്നത് 1905, 1906, 1907 എന്നുള്ള ഈ കാലങ്ങൾ നോക്കിയാൽ ഒരു പിളർപ്പിൻ്റെ കാലമാണ്. 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം, 1907 എന്താണ്? സൂറത്ത് പിളർപ്പ്. പിന്നീട് 1916 ഇവരെല്ലാവരും കൂടി യോജിക്കുന്നുണ്ട്.
അത് അവിടെ മിതവാദികളും തീവ്രവാദികളും യോജിക്കുന്നു. മാത്രമല്ല മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് ദേശീയ സമരത്തിൽ ശക്തമാകാൻ തീരുമാനമെടുക്കുന്നു. അതിനെയാണ് ലക്നൗ സന്ധി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു പോകുന്നു. ഈ പിളർപ്പ് വന്ന് ഈ സംഘടന ദേശീയ പ്രസ്ഥാനം വന്ന് നിർജീവമായി കിടക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരൊറ്റ പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം. അതിൽ ആനി ബസന്റ് അടയാർ മദ്രാസിലും അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയും കേന്ദ്രീകരിച്ചിട്ടാണ് ഹോം റൂൾ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ, ഈ 10th പ്രിലിംസിൻ്റെ മുൻ ചോദ്യമാണ്. അത് അഭിലാഷ് ടോമിയാണ്. വ്യക്തിവിശേഷങ്ങൾ ഓർത്തിരിക്കണം. അത് എവിടെ നിന്ന് കിട്ടില്ല? അത് SCERT ബുക്കിൽ നിന്ന് കിട്ടില്ല. അതിന് നിങ്ങൾ PSC ബുള്ളറ്റിൻ പിടിക്കുക. പിന്നെ മനോരമ തൊഴിൽ വാർത്ത, മാതൃഭൂമി തൊഴിൽ വീതി, മാതൃഭൂമി തൊഴിൽ വാർത്ത, മനോരമ തൊഴിൽ വീതി, അല്ലെങ്കിൽ പ്രസിദ്ധമായ ഏതെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക്, അതിനെ നോക്കുക, ഡിപ്പെൻഡ് ചെയ്യുക, അങ്ങനെ എടുക്കുക. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പറയാം. അപ്പോൾ വ്യക്തിവിശേഷങ്ങളാണ് അപ്പോൾ അവിടെ നോക്കേണ്ടത്. അപ്പോൾ അതിലൊരാളാണ് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ. 43,000 അടി 4,30,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. ഓർത്തിരിക്കുക. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് അഭിലാഷ് ടോമി. അദ്ദേഹത്തിൻ്റെ പായ്വഞ്ചിയുടെ പേര് ബയാനത്ത് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2ാം സ്ഥാനമാണ് 2022 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇത് 2013 ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരനാരാണ്? അഭിലാഷ് ടോമി. പായ്വഞ്ചി ഏതാണ്? ബയാനത്താണ്. അപ്പോൾ ഓർക്കുക, പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മലയാളിയായ അഭിലാഷ് ടോമി. പായ്വഞ്ചിയിൽ ഇത്തരം ലോകം ചുറ്റിയ 2ാമത്തെ ഏഷ്യക്കാരനുമാണ് ഇദ്ദേഹം. നാവികസേനയിൽ ലെഫ്റ്റനൻറ്റ് കമാൻഡറായിരുന്നു അഭിലാഷ് ടോമി. പിന്നീട് രാജിവെച്ചു. ഇദ്ദേഹം യാത്രയ്ക്കായി ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേരാണ് മാധേയി. ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തി. 2022 ഇട്ടത്, മറ്റേ 2013. ഫിനിഷിംഗ് പോയിൻ്റായ ഫ്രഞ്ച് തീരത്ത് അഭിലാഷ് പായ്വഞ്ചിയുമായി എത്തിച്ചേർന്നു. മത്സരം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ഏഷ്യൻ താരമെന്ന അപൂർവ നേട്ടവും സ്വന്തമാക്കി. അപ്പോൾ ലോകം ചുറ്റി സഞ്ചരിച്ച നാവികൻ എന്ന് പറയാം, പായ്വഞ്ചിയിൽ ചുറ്റി സഞ്ചരിച്ച നാവികൻ, ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്. അത് 2013. ഇതോ 2022 അദ്ദേഹത്തിന് ഗോൾഡൻ ഗ്ലോബ് റേസിൽ പായ്വഞ്ചിയോട്ടത്തിൽ 2ാം സ്ഥാനം ലഭിക്കുകയാണ്. 2ാം സ്ഥാനത്ത് എത്തുകയാണ് അദ്ദേഹം. ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ സാഹസിക കടൽ യാത്രയുടെ അവസാന വാക്കാണ്. കയ്യിലൊരു ആധുനിക സങ്കേതങ്ങളും ഉണ്ടാവില്ല, മൊബൈലോ മറ്റൊന്നുമില്ലാതെ, എവിടെയും നിർത്താതെ, ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ പായ്വഞ്ചി യാത്രയാണ് മത്സരം. ദൂരം ഏകദേശം 48,000 കിലോമീറ്റർ. 1968 ലോകം ചുറ്റിയിട്ടുള്ള ആദ്യ യാത്ര നടന്നു. ഓക്കെ, അപ്പോൾ അന്നത്തെ അതേ സംവിധാനങ്ങൾ മാത്രമേ ഇന്ന് ഉപയോഗിക്കാൻ പാടൂ. പുതിയ കാലത്തെ ഒരു സാങ്കേതിക സൗകര്യങ്ങളും പാടില്ല. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് യാത്ര. വഴിയറിയാൻ ഭൂപടവും വടക്കു നോക്കി യന്ത്രവും മാത്രമാണ് അവരുടെ കയ്യിലുണ്ടാവുക. മറ്റൊരു വ്യക്തിവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാണ്ടി ഉമ്മനെയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ചിലപ്പോൾ ഈ ഉമ്മൻചാണ്ടി എന്നൊന്നും പറയില്ല, പുതുപ്പള്ളി എന്ന് മാത്രമേ പറയുള്ളൂ. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? ചാണ്ടി ഉമ്മനാണ്. UDF സ്ഥാനാർത്ഥിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ, ഇപ്പോൾ അടുത്ത് നമുക്കറിയാമല്ലേ, തൊമ്മരാജു ഗുഗേഷിന് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടി. ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ഇനിയുള്ള പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. ഇതിനു മുമ്പ് വിശ്വനാഥൻ ആനന്ദാണ് 5 വട്ടം ചെസ് നേടിയിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ തൊമ്മരാജു ഗുഗേഷ് വഴിയാണ് ഈ ചെസ് നേടുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് തെളിവാണ്. അതായത് 18 വയസ്സാണ്. ലിങ് പെങ്ങിനെയാണ് ചൈനയുടെ, ഞാൻ ആരോടൊന്ന് പറയാൻ, അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ വയയിൽ വരുന്നു, കിട്ടുന്നില്ല. ചൈനയുടെ ആയിരുന്നു ലോക ചാമ്പ്യൻ ലിങ് ഡിയറിനെ തോൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം 1ാം സ്ഥാനത്തെത്തുന്നത്. അപ്പോൾ അദ്ദേഹം കളി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ മത്സരം തോറ്റുകൊണ്ടാണ് തുടക്കം. പക്ഷേ പതറിയില്ല. അങ്ങനെ 18ാമത്തെ വയസ്സിൽ
14ാമത്തെ മത്സരം ആകുമ്പോഴേക്കും ആ മത്സരം വിജയിച്ചാലേ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ടൈ ബ്രേക്കറാണ്. ടൈ ബ്രേക്കറിൽ വളരെ മിടുക്കനാണ് ഈ ബ്ലിറ്റ്സ് ടൂർണമെൻറ്റിലൊക്കെ ആര്, നമ്മുടെ ചൈനീസ് താരം. അപ്പോൾ അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുപോകാതെ സാധാരണ എല്ലാവരും സമനിലയാണെന്ന് എഴുതി തള്ളിയ മത്സരം വിജയിച്ചെടുക്കുകയാണ്. അതും 14ാമത്തെ മത്സരത്തിൽ മറ്റാൾക്ക് ഒരു മുൻതൂക്കമുണ്ട്. കാരണം അയാൾക്കാണ് വെളുത്ത ഗുരുക്കൾ കിട്ടിയത്. ഇവിടെ കറുത്ത ഗുരുക്കൾ ഉന്തിയാണ് ഇദ്ദേഹം വിജയിച്ചത്. ഓർക്കുക, നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ്. ഇതിനോടൊപ്പം ഓർത്തു വെക്കേണ്ട ഒരാളുണ്ട്. എന്താ, ഇപ്പം അടുത്ത ആഗോളതലത്തിൽ ആഗോള ചെസ്സിൽ പ്രജ്ഞാനന്ദയെയും ഓർക്കണം നിങ്ങൾ. പ്രജ്ഞാനന്ദയ്ക്കൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെസ്സിൽ ശ്രദ്ധേയനായ ഒരു മലയാളിയുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് തന്നെ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം ഇപ്പം നികിത ജോബിയാണ്, വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം മലയാളിക്കായിരുന്നു, ഗീത എ ആറിനാണ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം. സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒന്നാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇതിലൊരു ചിഹ്നഗ്രഹത്തിന് മലയാളിയുടെ പേരുണ്ട്. അത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് സാധാരണ അങ്ങനെ ഇടാറ്. അപ്പോൾ സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്നത് ചിഹ്നഗ്രഹം. ആ ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 339228 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്? അശ്വിൻ ശേഖർ. മലയാളി അല്ലേ, ഭൂമിയും കടന്ന് മുന്നേറുകയാണ്. അപ്പോൾ അവിടുത്തെ ചിഹ്നഗ്രഹത്തിന് പേരിട്ടുള്ളത് അശ്വിൻ ശേഖർ എന്നാണ്. മറ്റൊരാളെ ഓർക്കേണ്ടത് അർജുൻ പാണ്ഡ്യനാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് എൽബ്രസ് പർവ്വതം. അത് കീഴടക്കിയ മലയാളി IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ കിളിമഞ്ചാരോയും ആര് കീഴടക്കിയിട്ടുണ്ട്? അർജുൻ പാണ്ഡ്യൻ കീഴടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തിവിശേഷങ്ങളിൽ ട്രാൻസ്ജെൻഡർമാർ നേടുന്ന നേട്ടങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മാലക്ഷ്മിയാണ്. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യയാണ്. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ആരാണ്? എസ് സന്ധ്യയാണ്. ഇനി അടുത്തത് PT ഉഷയാണ്. കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് കിട്ടിയത് PT ഉഷയ്ക്കാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് PT ഉഷ. ഓർത്തു വയ്ക്കുക, ആ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളിയാണ്, വനിതയാണ്. രാജ്യസഭ ഇവർ നോമിനേറ്റഡ് ആണല്ലോ. അങ്ങനെ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാണ്? PT ഉഷയാണ്. ഇനി സമപന്തി ഭോജനം ആവർത്തിക്കുന്നൊരു ചോദ്യമല്ലേ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. എവിടെ നിന്ന് ഈ ചോദ്യം വന്നു? ഈ ചോദ്യത്തെ തേടി നിങ്ങൾ അങ്ങോട്ടും പോകണ്ട, വീണ്ടും SCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സമപന്തി ഭോജനം സംഘടിപ്പിച്ചു വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് അല്ലേ വൈകുണ്ഠസ്വാമികൾ. എവിടെയാ ജനിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിലാണ് ആര് ജനിക്കുന്നത്? വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്നു. അപ്പം എല്ലാ ജാതിയിലും പെട്ടവർക്ക് വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ചു. ഇതിന് മുതിരക്കിണറുകൾ എന്നറിയപ്പെടും. ഇങ്ങനത്തെ കിണറുകൾ എന്ത് പേരിൽ അറിയപ്പെടും? മുതിരക്കിണറുകൾ. അന്ന് സവർണന്മാർ ഉപയോഗിക്കുന്ന കിണർ ഉപയോഗിക്കാൻ അധികാരമില്ല. അപ്പോൾ അവർക്ക് കൂടി കിണറുകൾ കുഴിച്ചു കൊടുത്ത ആളാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സവർണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കാം. അയിത്തം അത്ര ശക്തമായ കാലഘട്ടമാണ്. അപ്പോൾ അയിത്തപ്പം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തം
നിരോധിക്കപ്പെട്ട കാര്യമാണ്. അത് മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അയിത്തമുള്ള ഒരു കാലത്ത് അവർണന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അവരെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിപ്പിച്ച സമപന്തി ഭോജനം കണ്ടോ. ഇനി നിങ്ങൾ ഓർക്കേണ്ടത് മേൽമുണ്ട് സമരം നടന്നിട്ടുണ്ട്. അച്ചിപ്പുടവ സമരം, അച്ചിപ്പുടവ സമരമല്ല കേട്ടോ, അത് മേൽമുണ്ട് സമരം ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ആരാണ്? ചാന്നാർ സ്ത്രീകളാണ് മേൽമുണ്ട് സമരം നടത്തുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്, മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. അതും കൂടി ഓർക്കുക, സമത്വ സമാജം. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമിയുടെ പ്രവർത്തനങ്ങൾ പ്രചോദിതമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ഊഴിയം വേല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏർപ്പാടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ പേര്? മെയിൻസിനൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും, ആ ചോദ്യം വന്നിട്ട് മെയിൻസിന്. ഊഴിയം വേല എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കാതെ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആ കാലത്താണ് അദ്ദേഹം പറഞ്ഞത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത്. അദ്ദേഹം രണ്ടു പേർക്കും എതിരായിരുന്നു. അന്നത്തെ പ്രാദേശിക ഭരണകൂടമായ തിരുവിതാംകൂറിനും എതിരായിരുന്നു, ബ്രിട്ടീഷുകാർക്കും എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെൺനീചഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ തിരുവിതാംകൂറിലെ രാജാവിൻ്റെ ഭരണത്തെ എന്താവും വിശേഷിപ്പിച്ചിട്ടുള്ളത്? കമണ്ടിയു. വെൺനീചഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അത് ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമി പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, 10ാം ക്ലാസ്സിലെ പാഠത്തിൽ പണ്ട് 5 ഭൂവിഭാഗങ്ങളായിട്ടാണ് പറഞ്ഞിരുന്നത്. ഒന്ന് എന്താണ്? ഉത്തര മഹാസമതലം, ഏറ്റവും മുകൾ ഭാഗത്ത്. അതിന് താഴത്തായിട്ട് ഉത്തര മഹാസമതലം, അല്ല ഉത്തര മഹാപർവ്വതം മുകളിലായിട്ട്. ഏതൊക്കെയാണ് ഉത്തര മഹാപർവ്വതത്തിൽ വരിക? ട്രാൻസ് ഹിമാലയം വരും, ഹിമാലയം വരും, കിഴക്കൻ കുന്നുകളും വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിന് താഴെ എന്താണ്? ഉത്തര മഹാസമതലം. ആ ഉത്തര മഹാസമതലം കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ തീരപ്രദേശങ്ങൾ, പിന്നെ ലക്ഷദ്വീപ്. ഇതിൽ ഈ രാജസ്ഥാനെ നമ്മൾ പഠിച്ചിരുന്നത് ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ 9ാം ക്ലാസ്സിലെ പാഠഭാഗം പ്രകാരം ഇപ്പോഴുള്ള 5 എണ്ണത്തിൽ 6 തീരപ്രദേശവും ദ്വീപുകളും വരുന്നുണ്ട്. അത് 2ആയിട്ടല്ല 1ആയിട്ടാണ് കൊടുത്തത്. പക്ഷേ ഇപ്പോഴും 5 ഭൂവിഭാഗം തന്നെയാണ്. ഏതാണ് 5ാമത്തെ ഭൂവിഭാഗം? മരുഭൂമിയെ പ്രത്യേകം ഒരു ഭൂവിഭാഗമായിട്ട് കാണാൻ തുടങ്ങി. ഓക്കെ, ആ 9ാം ക്ലാസ്സിലെ പാഠത്തിൽ വന്ന ആ വ്യത്യാസം ശ്രദ്ധിക്കുക. ആനമുടിയെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. എന്താണ് ആ ചോദ്യം? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ ഭാഗം ആനമുടി. ആനമുടിയെക്കുറിച്ചിട്ട് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണ്? അത് പാലക്കാടൻ ചുരമാണ്. 40 മീറ്റർ, ഏകദേശം 40 മീറ്റർ വീതിയിൽ പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഓക്കെ, ശ്രദ്ധിക്കണം. അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ഏതന്നെയാണ്? ആനമുടിയാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഹിമാലയത്തിന് തെക്കുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉയരമുള്ള കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഹിമാലയത്തിൻ്റെ തെക്ക്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ഹിമാലയത്തിന് തെക്കുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അതുപോലെ തന്നെ ആനമുടിക്ക് മറ്റൊരു പ്രത്യേകത എന്താണ് പറഞ്ഞിട്ടുള്ളത്? പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഇത് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ ഉയരം എത്രയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. മുടിയുടെ ഉയരം ഓർത്തിരിക്കണം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയിലാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുന്നാർ പഞ്ചായത്താണ്. ദേവികുളം താലൂക്കിൽ മുന്നാർ പഞ്ചായത്തിൽ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ വടക്ക് ആനമലയാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ഏത് മലയാണ്? ആനമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനി മലയാണ്. ഇത് മുന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദമായി മാപ്പ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമലയാണ്. ആനമലയും പളനിമലയും ഏലമലയും ആനമുടിയിൽ വെച്ചാണ് സംഗമിക്കുന്നത്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് പലതവണ നിങ്ങൾ ആ കണ്ടു ചോദ്യം അല്ലേ? അംബേദ്കറാണ്, BR അംബേദ്കറാണ്. BR അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രശസ്തനായ നേതാവ്. ഗാന്ധി 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തുള്ളൂ.
അപ്പോൾ ഗാന്ധി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ചോദിച്ചാൽ 2ാം വട്ടമേശ സമ്മേളനമാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. പൊയ്കയിൽ കുമാര ഗുരുദേവൻ. ഇതാ ഞാനിത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് 8ാം ക്ലാസ്സിലെ പാഠഭാഗത്താണ്. 8ലെ പാഠഭാഗത്താണ്. സാമൂഹിക പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ, പ്രവർത്തനങ്ങൾ. നന്നായി പഠിച്ചു പോവുക. ഇവിടെ പറയുന്നുണ്ട് കുമാര ഗുരുദേവൻ. ഏതാണ് കുമാര ഗുരുദേവൻ എന്ന് പറയുന്നുണ്ട് ഇവിടെ? അവിടെയല്ല, ഇതാ കുമാര ഗുരുദേവൻ എന്ന് പറയുന്നുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. സമത്വ സമാജം കണ്ടു, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ ഒരു സംഘടനയില്ല, പ്രവർത്തനമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവർക്കെതിരെ പോരാടി. പിന്നെ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, കുര്യക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അപ്പോൾ ഈ ഭാഗത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കൂടിയും നിങ്ങൾ പഠിച്ചു പോകണം. ഇതിൻ്റെ PDF എടുത്ത് പഠിച്ച് ഉറപ്പിച്ചു പോകണം പരീക്ഷയ്ക്ക്. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ മന്ത്രിമാരെ കുറിച്ച് ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീമതി വീണ ജോർജ് ആണ്. ഞാൻ ഈ ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ എല്ലാ മന്ത്രിമാരെയും അറിയാം. അത് പഠിച്ചു പോകണം. ഇനി സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽസ് വർക്ക്. ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ഒരുപാട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. വീണ്ടും ഞാൻ SCERT പാഠഭാഗത്തേക്ക് എത്താം. എന്നിട്ട് അതിലെ വാക്കുകൾ ശ്രദ്ധിച്ച് നോക്കിക്കോളുണ്ടു. നോക്കൂ, ഇവിടെ തെറ്റിച്ച് തന്നിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ആ വാക്കുകൾ തന്നെ അതുപോലെയല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്? അതേതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. സ്ഥലവും പഠിച്ചു വെക്കണം. ജംഷഡ്പൂർ, ജാർഖണ്ഡ് ആണ്. നോക്കൂ, ചോദ്യം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരുപാട് പഠിക്കാനുണ്ട് എന്നിട്ട് ബേജാറാവണത്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. അവിടെയും നമുക്ക് നോക്കാം. എവിടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഭാഗം നമുക്ക് നോക്കാം. നോക്കൂ, അതിനെ തുടർന്ന് അവിടെ വരുന്നുണ്ട് റൂർക്കേല പ്ലാന്റ്. ഇവിടെ എവിടെയോ വരുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. എന്താ അവിടെ ചോദിച്ചിട്ടുള്ളത്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ആ റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ അവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആരുടെ സഹായത്തോടെ? ബീലായിലുള്ളത് റഷ്യയുടെ സഹായത്തോടെ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ജർമ്മനിയുടെ സഹായത്തോടെ, റൂർക്കേലയിലുള്ളത് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ പൊതുമേഖലയിലുള്ളത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഓക്കെ, എവിടെയാണ്? കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാൾ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ചോദ്യങ്ങൾ രണ്ടും വന്നത്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സുന്ദർഗഡ് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. അപ്പം ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. അതുകൊണ്ട് രണ്ടും തെറ്റാണ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. ഇപ്പം ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം, സവിശേഷത, ഇത് നന്നായി പഠിച്ചു പോവുക കേട്ടോ. ഞാൻ PDF തരുന്നുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക വാതകത്തിൻ്റെ പേരെഴുതുക. ചിലതൊക്കെ നമുക്ക് SCERT ബുക്കിലേക്ക് ഒന്നുകൂടി പോകേണ്ടി വരും. അതിന് മുൻകാല ചോദ്യങ്ങളെ ആശ്രയിച്ചാൽ മതി. അപ്പോൾ അത് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാൽബൈശാഖി, വടക്ക് കിഴക്കൻ മൺസൂൺ, മാംഗോ ഷവർ, ലൂ. ഇതിൽ ഉത്തരം ലൂ ആണ് അല്ലേ? അതായത് ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന ഈർപ്പരഹിതമായ കാറ്റിനെയാണ് ഇവിടെ പറയുന്നുണ്ട്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്, ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും രാജസ്ഥാൻ മരുഭൂമിയിലാണ്. പ്രധാനമായും രാജസ്ഥാൻ മരുഭൂമിയിലും ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുമാണ് ലൂ വീശുന്നത്. 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി താപനിലയിലാണ് ലൂ വീശുന്നത്. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ രൂപപ്പെടുന്നുണ്ട്. ഓർത്തു വയ്ക്കുക, വടക്കേ ഇന്ത്യയിൽ, ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ ഏത് മാസങ്ങളിൽ രൂപപ്പെടും? ഏത് മാസങ്ങളിലാണ് രൂപപ്പെടുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യൂ.
ഡൽഹിക്കും പാറ്റ്നയ്ക്കുമിടയിൽ ഇവയുടെ തീവ്രത കൂടുതലായിരിക്കും. കേരളത്തിലും കർണാടകത്തിലുമുള്ള 2 കാലിക വാദങ്ങളുണ്ട്, പ്രാദേശിക വാദങ്ങളുണ്ട്. അത് അവിടുത്തെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ്. ബ്ലോസം ഷവർ അഥവാ ചെറി ബ്ലോസം എന്നാണ് അറിയപ്പെടുക. കേരളത്തിലും കർണാടകയിലും ഉള്ള കേരളത്തിലും കർണാടകയിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റിനെ ബ്ലോസം കാറ്റ് എന്ന് വിളിക്കും, അഥവാ ബ്ലോസം ഷവർ അല്ലെങ്കിൽ ചെറി ബ്ലോസം എന്ന് വിളിക്കും. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും അറിയപ്പെടുന്നത് നോർവെസ്റ്റർ എന്നാണ്. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലെ കർണാടക തീരത്തും മൺസൂണിന് മുന്നോടിയായി രൂപപ്പെടുന്ന വേനൽ മഴക്കാറ്റുകൾ മാംഗോ ഷവർ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലും കർണാടകത്തിലും മൺസൂണിൻ്റെ മുന്നോടിയായി രൂപപ്പെടുന്ന വേനൽ മഴക്കാറ്റുകൾ എന്താണ് അറിയപ്പെടുന്നത്? മാംഗോ ഷവർ. മാമ്പഴം നേരത്തെ പഴുത്തു പാകമാകാൻ സഹായിക്കുന്നതിനാണിത്. ഇവ പ്രാദേശികമായി മാമ്പഴക്കാറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പം മാംഗോ ഷവർ എന്താണെന്ന് മനസ്സിലായി. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ മഴയാണ്. ഇനി അതോടൊപ്പം തന്നെ ഓർക്കേണ്ടതാണ് കാൽബൈശാഖി. കാൽബൈശാഖി എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ബംഗാളിലെ തേയിലം, ചണ, നെല്ല് കൃഷികളെ സഹായിക്കുന്നതാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. കാൽബൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ് കാൽബൈശാഖി എന്ന വാക്കിൻ്റെ അർത്ഥം. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. ഉഷ്ണകാലത്ത് ബംഗാളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ കാറ്റും അഴയും അറിയപ്പെടുന്നതും എന്തു തന്നെയാണ്? കാൽ ബൈശാഖി എന്ന് തന്നെയാണ്. ഈ പ്രദേശത്തെ അസമിൽ ബർദോയ് സില എന്നും അറിയപ്പെടുന്നു. ഈ കാൽബൈശാഖി അസമിൽ എന്താണ് അറിയപ്പെടുന്നത്? ബർദോയ് സില എന്നും. പ്രാദേശിക വാതകങ്ങളിൽ ഈ ഭാഗം കൂടി ഒന്ന് പഠിച്ചു പോകണം. ഈ ഭാഗത്ത് കുറച്ച് കാറ്റുകൾ പറയുന്നുണ്ട്. ആ കാറ്റുകൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചീരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചു പോകണം. ഇതിൻ്റെ PDF ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട പാഠഭാഗവും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.